നമസ്കാരം. താനും സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരാൻ പോകുന്ന കേരള PC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആവർത്തന ചോദ്യങ്ങളാണ്. LGS പരീക്ഷയ്ക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 174/2024 ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തേത്, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ആൻസർ 1931. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. അതിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പൻ ആയിരുന്നു. നേതൃത്വം കൊടുത്തത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലൻ ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എത്രയാണ്? 1931. നേതൃത്വം കൊടുത്തത് ആരാണ്? കെ കേളപ്പൻ. അതിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാണ്? ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാണ്? ആൻസർ ചമ്പാരൻ സത്യാഗ്രഹം. വർഷം ഏതാണ്? 1917 ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ എന്ന് പറയുന്നത് എവിടെയാണ്? ബീഹാറിലാണ് ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലം. ഇനി ഇവിടെ അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം വർഷം എത്രയാണ്? 1918 അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം. 18 കോട്ടൺ മിൽ 18 സമരം. എന്തുകൊണ്ടാണ് ഇതുണ്ടാകാൻ കാരണം? അതായത് അവിടെയുള്ള തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതാണ് അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം ഉണ്ടാകാനുള്ള കാരണം. തൊഴിലാളികൾക്കുള്ള പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതാണ് അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം ഉണ്ടാകാനുള്ള കാരണം. ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണേത്? അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം. ചമ്പാരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ സമരമാണ്. അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമായിരുന്നു. അടുത്തത് ഖേദാ സമരം വർഷം 1918. അത് ഗുജറാത്തിലെ ഖേദാ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണെന്ത്? ഖേദാ സമരം എന്ന് പറയുന്നത്. ഗുജറാത്തിലെ ഖേദാ ജില്ലയിൽ കർഷകർ നടത്തിയ സമരമാണെന്ത്? ഖേദാ സമരം. അടുത്തത് നിസ്സഹകരണ സമരം. അതിൻ്റെ വർഷം എത്രയാണ്? 1920 നിസ്സഹകരണ സമരം എന്ന് പറയുന്നത്. പ്രത്യേകത എന്ത് പറയാം അതിനെപ്പറ്റി? അതായത് ഗാന്ധിജിയാണ് നിസ്സഹകരണ സമരത്തിന് നേതൃത്വം കൊടുത്ത ദേശീയ നേതാവ്. ചമ്പാരൻ 17 വർഷം, അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം 18, ഖേദ 18, നിസ്സഹകരണ സമരം 1920. അടുത്ത ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ആൻസർ റൗലറ്റ് നിയമം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം. 1919 ഏപ്രിൽ 13. ഓക്കെ. ഇനി ദത്തവകാശ നിരോധന നയം എന്താണ്? ദത്തവകാശ നിരോധന നയം അത് കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവരുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയോ അത് കൊണ്ടുവരുന്ന ആരാണ്? അത് കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവരുന്നത്. 1798 കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ
കൊണ്ടുവരുന്നത്. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് നിയമം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എത്രയാണ്? 1919. തത്വശാസ്ത്ര നിയമം കൊണ്ടുവരുന്നത് ആരാണ്? ഡൽഹൌസി പ്രഭു. ശാശ്വത ഭൂനീതി വ്യവസ്ഥ കോൺവാലിസ് പ്രഭു. അടുത്തത്, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആർക്കാണ്? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, ഉദ്ധം സിംഗ്. ആൻസർ ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗ് എന്ന് പറയുന്ന ആരാണ്? മൈക്കിൾ ഒഡെയറിനെ വധിച്ച ദേശാഭിമാനിയാണ് ആര്? ഉദ്ധം സിംഗ്. മൈക്കിൾ ഒഡെയർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ആരാണ്? അതായത് ജാലിയൻ വാലാബാഗ് സമരം നടക്കുമ്പോൾ ആ സമരക്കാരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് ആര്? മൈക്കിൾ ഒഡെയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്ത് അല്ലെങ്കിൽ ആ സമരത്തിൽ അവർക്ക് നേരെ വെടിവെക്കാനായിട്ട് അനുമതി കൊടുത്ത പഞ്ചാബ് ഗവർണറാണ് മൈക്കിൾ ഒഡെയർ. അങ്ങനെയുള്ള മൈക്കിൾ ഒഡെയറിനെ വധിച്ച ദേശാഭിമാനിയാണ് ആര്? ഉദ്ധം സിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സംഘടനയും ബന്ധമില്ലാത്തതാണ് ആര്? ഉദ്ധം സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സംഘടന രൂപീകരിച്ചവിടെ ആരൊക്കെയാണ്? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, ഒരാൾ കൂടിയുണ്ട്, സുഖദേവ്. ഇവരാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ സംഘടന രൂപീകരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് രൂപീകരിച്ചത്? അന്ന് യുവജനങ്ങളെ സമരം ചെയ്യാൻ സജ്ജരാക്കുക, പ്രാപ്തരാക്കുക, യുവജനങ്ങളെ സമരം ചെയ്യാൻ സജ്ജരാക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനുള്ളത്. വർഷം ഒന്നുകൂടി പറയാം, 1928 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിക്കുന്നതും അതിൻ്റെ സംഘാടകർ രൂപീകരിച്ചത് ആരൊക്കെയാണ്? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവും കൂടിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഗാന്ധിജി, അംബേദ്കർ, ദാദാഭായ് നവറോജി, നെഹ്റു. ആൻസർ അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി. വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1930 മുതൽ 1930 to 32 3 വട്ടമേശ സമ്മേളനം നടക്കുന്ന വർഷം. 30 ഒന്നാമത്തെ നടക്കുക. അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു? റാംസേ മാക്ഡൊണാൾഡ് ആണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനം എന്ന് പറയുമ്പോൾ അതത്തെ വർഷമാണ് 1931 രണ്ടാം വട്ടമേശ സമ്മേളനം നടക്കുന്നത്. അവിടെ ഗാന്ധിജി പങ്കെടുത്തിരുന്നു. കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് ഗാന്ധിജി പങ്കെടുത്ത സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. അതിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവ് ആരായിരുന്നു? മദൻ മോഹൻ മാളവ്യ. അടുത്തത് 3-ാം വട്ടമേശ സമ്മേളനമാണ്. അതിൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നുണ്ട്. സ്വാതന്ത്ര്യം തൊട്ട് മുമ്പുള്ള കാര്യങ്ങളാണത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് രൂപീകരിക്കാൻ കാരണമാകുന്നതായിരുന്നു എന്ത്? 1932 3-ാം വട്ടമേശ സമ്മേളനം. അപ്പോൾ 3ൻ്റെ ഗുണം എന്താണ്? 1935 ഉണ്ടായ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ രൂപീകരിക്കാൻ കാരണമായി തീർന്നു. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്കാണ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇല്ല അവിടെ. ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുമ്പോൾ ആരാണിത്? ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. സച്ചിദാനന്ദ സിൻഹ ആരാണ്? അദ്ദേഹമാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. എപ്പോഴും ചോദിക്കുന്നതാണ്. താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. മറ്റൊന്നുകൂടി, ഇനി ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്
ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് എങ്ങനെയാണ്? ഒരു ഭരണഘടന നിർമ്മാണ സഭ ഉണ്ടാക്കിയിട്ടാണത് തയ്യാറാക്കുന്നത്. ഭരണഘടന നിർമ്മാണ സഭയാണെന്ത്? ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. ഇനി ഈ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യം, ഭരണഘടന നിർമ്മാണ സഭ, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യം എന്തായിരുന്നു? ഏതായിരുന്നു കാരണം? ക്യാബിനറ്റ് മിഷനായിരുന്നു. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായത് എന്താണ്? ക്യാബിനറ്റ് മിഷനാണ്. ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായത് എന്താണ്? ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷനായിരുന്നു. ക്യാബിനറ്റ് മിഷൻ. ഓക്കെ. അടുത്തത്, തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാമാണ്? മൗലിക അവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാമാണ്? ഇതിലും കറക്റ്റ് ആൻസർ ഇല്ല. ഇവിടെ മൗലികാവകാശങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏത് പാർട്ട് ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ വരുന്നതാണെന്ത്? മൗലികാവകാശം. 1 ആമുഖം. ഭരണഘടനയുടെ 1 ആമുഖമാണ്. 2 പൗരത്വമാണ്. മൂന്നാം ഭാഗം ഏതാണ്? മൗലികാവകാശങ്ങളാണ്. അത് 12 to 35 വരെയുള്ള ആർട്ടിക്കിളിലാണ്. അത്രയും ആർട്ടിക്കിൾസ് അവിടെ അടങ്ങിയിട്ടുണ്ട്. മൂന്നാം ഭാഗമാണ് മൗലികാവകാശങ്ങൾ വരുന്നത്. അതിന് നമുക്ക് മൗലികാവകാശങ്ങൾ 6 എണ്ണമോളം ആക്കിയിട്ടുണ്ട്. ഇവിടെ സ്വത്തവകാശം എന്ന് പറയുന്നത്, ഇതിനകത്ത് സ്വത്തവകാശം കിടപ്പുണ്ട്. സ്വത്തവകാശം എന്നുള്ള മൗലികാവകാശങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതാണ്. സ്വത്തവകാശത്തെ എടുത്തു മാറ്റി 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും എടുത്തു മാറ്റി. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ ഭരണഘടനാ ഭേദഗതിയിൽ നിന്നും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അടുത്തത്, നിർദ്ദേശ തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏതാണ്? നിർദ്ദേശ തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏതാണ്? കോടതിയെ സമീപിക്കാൻ ആകില്ല. ഓപ്ഷൻ ഡി ആൻസർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്താണ്? പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്താണ്? നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇല്ല. ശ്രീനാരായണ ഗുരുവാണ് SNDP സ്ഥാപിക്കുന്നത്, അല്ലേ? ശ്രീനാരായണ ഗുരുവാണ് SNDP സ്ഥാപിക്കുന്നത്. ആ വർഷം ഏതാണ്? 1903 ആണ്. 1903 മെയ് 15 1903 മെയ് 15 ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിക്കുന്നത്. അദ്ദേഹം 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ സ്ഥാപിക്കുന്നത്. 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ സ്ഥാപിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ് പറയുക? ഈ 2 എണ്ണം സിയും ഡി എന്ന് പറയുമ്പോൾ 2 ഒന്നിച്ചുണ്ട്, അല്ലേ? ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സഹോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് എന്ന് അരുവിപ്പുറത്ത് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. അതും ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ്? ആൻസർ ക്യാപ്റ്റൻ ലക്ഷ്മി. ക്യാപ്റ്റൻ ലക്ഷ്മി ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? ഇവിടെ ആൻസർ വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലം വള്ളത്തോൾ നാരായണ മേനോൻ. സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ആരാണ്? സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ആരാണ്? ആൻസർ വൈകുണ്ഠ സ്വാമികൾ. സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികൾ. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചു.
ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ആൻസർ ബ്രസീലാണ്. ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയ രാജ്യം ബ്രസീലാണ്. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റ് തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ആൻസർ റെനിൽ വിക്രംസിൻഹ. റെനിൽ വിക്രംസിൻഹ. അടുത്തത് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ആൻസർ വി.പി. മേനോൻ. വി.പി. മേനോനാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. അടുത്തത് ചേരുംപടി ചേർക്കുക. ഇരുമ്പുരുക്കിശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും ഉണ്ട്. ഭിലായ്, ബൊക്കാറോ, റൂർക്കല, ദുർഗാപൂർ. സോവിയറ്റ് യൂണിയൻ, ജർമ്മനി, ബ്രിട്ടൻ. ആൻസർ ഏതായിരിക്കും നമുക്ക് വരിക? ഓപ്ഷൻ എ ആണ് മാച്ച് ചെയ്യുന്നത്. നോക്കാം. ഭിലായ് ഇരുമ്പുരുക്കുശാല സോവിയറ്റ് യൂണിയൻ്റെ ആണ്. ഭിലായ് ഇരുമ്പുരുക്കുശാല സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ്റെ ആണ്. റൂർക്കല ജർമ്മനി വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഭിലായ്, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ USSR. ദുർഗാപൂർ ബ്രിട്ടൻ. ദുർഗയും ബ്രിട്ടനും. റൂർക്കല ജർമ്മനി. റൂർക്കലയും വെച്ചിട്ട് പിടിക്കാൻ പറ്റും കേട്ടോ. ജർമ്മനി അത് മറക്കരുതില്ല. ഭിലായി സോവിയറ്റ് യൂണിയനാണ്, വലിയ പേരെന്ന് ഓർത്താൽ മതി. ബൊക്കാറയും സോവിയറ്റ് യൂണിയനാണ്. ഓക്കെ. നെക്സ്റ്റ്, വിദ്യാഭ്യാസ സംസ്കാരവുമായി ബന്ധിപ്പിക്കുന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം. 1979 രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം ഏതാണ്? ആൻസർ ന്യൂഡൽഹിയാണ്. സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് 1979 രൂപീകരിച്ച സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കിയ ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഏതാണ്? 1986. ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വരുന്നത് 1986. പലവിധ കമ്മീഷനുകൾ അതിനെപ്പറ്റി, കോത്താരി കമ്മീഷൻ, അങ്ങനെ രാധാകൃഷ്ണൻ കമ്മീഷൻ, അങ്ങനെ പല കമ്മീഷനുകൾ അതേക്കുറിച്ച് പഠിക്കാനുണ്ട്. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം ആണ് 1986 എന്ന് പഠിക്കുക. അടുത്തത്, രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിലുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഏത് കമ്മീഷനാണിത്? ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. 10+2+3 ഓർക്കുക, പ്ലസ് വരുമ്പോൾ കോത്താരി കമ്മീഷൻ. 10+2+3 കമ്മീഷൻ എന്താണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ ആണെന്ത്? 10+2+3 എന്ന കമ്മീഷൻ വരുന്നത്. 10+2+3 എന്ന കമ്മീഷൻ വരുന്നത് അതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകൃതമായത് 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകൃതമായത്. ഇവിടെ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? UGC രൂപീകരണത്തിന് കാരണമായ കമ്മീഷൻ. UGC രൂപീകരണത്തിന് കാരണമായ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഓക്കെ. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിലുള്ള പ്രാധാന്യം അറിഞ്ഞിട്ട് 10+2+3 എന്ന ചോദ്യം ചോദിച്ച് നമുക്ക് എന്ത് എഴുതാൻ പറ്റണം? ഡോക്ടർ DS കോത്താരി കമ്മീഷൻ എന്ന് എഴുതാൻ പറ്റുക. UGC ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റണം? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നും എഴുതാൻ പറ്റണം. അടുത്തത്, ലോക ഫുട്ബോൾ ദിനം എന്നാണ്. ലോക ഫുട്ബോൾ ദിനം എന്നാണ്. മെയ് 25 ലോക ഫുട്ബോൾ ദിനം.
അടുത്തത് 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരായിരുന്നു? പ്രതിഭ റായ് ആയിരുന്നു. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. തെറ്റായ പ്രസ്താവന ഇവിടെ ബിയും ഡിയും തെറ്റായ പ്രസ്താവനയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവിടെ. തെറ്റായ പ്രസ്താവന ബിയും ഡിയുമാണ്. ശരികൾ മാത്രം വായിക്കുക. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അറിവാണ്. അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ്. ഒരെണ്ണം കൂടി, രേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ് മുതൽ കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണെന്നുള്ള ഭൂമിശാസ്ത്രപരമായ കണക്കുകൾ നോക്കി വെക്കുക. 8 ഡിഗ്രി 4 വടക്ക് ടു 37 ഡിഗ്രി 6 വടക്ക് വരെയുണ്ട് അക്ഷാംശം. രേഖാംശം 68 ഡിഗ്രി 7 കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ ഉണ്ടെന്നും മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ. യുദ്ധഭൂമി സിയാച്ചിൻ. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റ് ഏതാണ്? അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റ് ഏതൊക്കെയാണ്? ഇവിടെയും കറക്റ്റ് ആൻസേഴ്സ് ഇല്ല അല്ലേ? ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന അയൽരാജ്യങ്ങൾ ഏതൊക്കെയാണെന്നറിയാം. എത്ര എണ്ണമുണ്ട്? ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന അയൽരാജ്യങ്ങൾ ഏകദേശം 9ആണ്. കര അതിർത്തി പങ്കിടുന്ന അയൽരാജ്യങ്ങൾ ഏകദേശം 9 എണ്ണമുണ്ട്. അതായത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഇവ കര അതിർത്തി പങ്കിടുന്ന അതിർത്തി പ്രദേശങ്ങളാണ്. ഇന്ത്യയുമായി അതിർത്തി പ്രദേശങ്ങൾ, അയൽ രാജ്യങ്ങളാണ്. ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന അതിർത്തി പ്രദേശങ്ങളാണ്, അയൽ രാജ്യങ്ങളാണ് ഇവരൊക്കെ. ഏത്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നിവ. ഇനി ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള പ്രദേശം നമുക്കറിയാം. ഏത് സംസ്ഥാനമാണ്? ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ളത് അരുണാചൽ പ്രദേശാണ്. ഓക്കെ, ചെറിയ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യയുടെ കിഴക്ക് പ്രദേശത്താണ് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശ് കിഴക്ക് ഭാഗം, അരുണകിരണം അല്ലേ, സൂര്യൻ്റെ കിരണം, അരുണാചൽ പ്രദേശ്. ഇപ്പോൾ 9 രാജ്യങ്ങളുമായിട്ടാണ് അത് കര അതിർത്തി പങ്കിടുന്നതെന്ന് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക. ഇന്ത്യൻ ഭൂപ്രകൃതി സവിശേഷത, അതിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഹിമാലയമാണ് വരിക അല്ലേ. ഇന്ത്യൻ ഭൂപ്രകൃതി സവിശേഷതയ്ക്ക് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്? ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരൊക്കെ വരുന്നുണ്ട്? ഒന്ന്, ഉത്തരപർവ്വത മേഖല വരുന്നുണ്ട്. ഉത്തര മഹാസമുദ്രം വരുന്നുണ്ട്. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം വരുന്നുണ്ട്. ഉപദ്വീപീയ പീഠഭൂമി വരുന്നുണ്ട്. തീരപ്രദേശങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ദ്വീപുകളും വരുന്നുണ്ട്. ഇവിടെ തീരസമുദ്രം, ദ്വീപൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കറക്റ്റ് എഴുതി വെക്കണം. നോട്ട് നമുക്ക് കിടക്കുന്ന എങ്ങനെ ആയിരിക്കണം? അതായത് ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ എന്നിവയുണ്ട്. എന്നാലിവിടെ ഉത്തരപർവ്വത മേഖലയ്ക്കകത്ത് വരുന്ന കണ്ടൻറ്റ് ആണ് ആര്, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന സംഭവമാണ് ആര്, അതിനകത്ത് വരുന്ന ആളാണ് ആര്? ഹിമാലയം എന്ന് പറഞ്ഞാൽ. നമുക്കതിനകത്ത് മെയിനായിട്ട് പഠിക്കാൻ ആരില്ല? ഹിമാലയം ഇല്ല എന്നുള്ളതാണ്. അതിൽ വരുന്ന ഒരാളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഭൂപ്രകൃതി വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരമഹാസമുദ്രമുണ്ട്, ഉത്തരപർവ്വത മേഖലയുണ്ട്, തീരസമുദ്രങ്ങളും ദ്വീപുകളുമുണ്ട്. ഹിമാലയമാണ് ഇവിടുത്തെ ഒറ്റയാനായിട്ട് വരിക. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏതാണ്? ഇതിൽ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഇല്ല. ഇന്ത്യയുടെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ശരിക്കും ഉള്ള കാലാവസ്ഥ എന്താണ്? ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ ഇന്ത്യക്കുള്ളത്. ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ്. ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യക്കുള്ളത്. ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യക്കുള്ളത്. അവിടെ ശൈത്യകാലം എന്ന് പറയുമ്പോൾ എന്ന് മുതൽ ആയിരിക്കും? ശൈത്യകാലം, തണുപ്പ്, ഡിസംബർ ടു ഫെബ്രുവരി ആണ്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ശൈത്യകാലം, തണുപ്പ് കാലം. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ശൈത്യകാലം. ഉഷ്ണകാലം എന്നാൽ എപ്പോഴായിരിക്കണം? മാർച്ച് മെയ് ആണ്. ഉഷ്ണകാലം മാർച്ച് മെയ് ആണ്. അതാണ് ഇന്ത്യയുടെ കാലാവസ്ഥ വരുന്ന കാര്യങ്ങൾ.
അപ്പോൾ ഇന്ത്യയുടെ കാലാവസ്ഥ അനുഭവപ്പെടുന്നത് എങ്ങനെയാണ് കാലാവസ്ഥ ഉള്ളത് ഇന്ത്യക്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റണം. ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യക്കുള്ളത്. ഡിസംബർ ഫെബ്രുവരി മാസങ്ങൾ ശൈത്യകാലമാണ്. അതുപോലെ മാർച്ച് മെയ് മാസങ്ങൾ എന്താണ് അവിടെ ഉഷ്ണകാലവും ആയിരിക്കും. അടുത്തത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകൾ അനുസരിച്ചിട്ട് ശരി ഏതാണ്? ശരി, ഇവിടെ എല്ലാ പ്രസ്താവനകളും നമുക്ക് ശരിയാണ്. അക്ഷാംശം, കേരളത്തിൻ്റെ അക്ഷാംശം കിടക്കുന്നത് 8 ഡിഗ്രി 18 മിനിറ്റ് വടക്ക് മുതൽ 12 ഡിഗ്രി 48 ഡിഗ്രി വടക്ക് വരെയാണ്. രേഖാംശം 24 ഡിഗ്രി 52 കിഴക്ക് മുതൽ 77 ഡിഗ്രി 22 കിഴക്ക് വരെയാണ്. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തരംതിരിക്കാം. കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തരംതിരിക്കാൻ സാധിക്കുന്നു. സൂചനകളിൽ നിന്ന് പ്രദേശങ്ങളെ തിരിച്ചറിയുക. ഇവിടെ ആൻസർ നമുക്ക് പാലക്കാട് ചുരമാണ് ആൻസർ. സൂചന എന്തൊക്കെയായിരുന്നു? പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും ബന്ധിപ്പിക്കുന്ന മലമ്പാത. ഒന്നുകൂടി അത് വായിക്കാം. പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തെയും ബന്ധിപ്പിക്കുന്ന മലമ്പാത എന്ന് പറയുന്നതാണ് പാലക്കാട് ചുരം. ഓക്കെ, തമിഴ്നാട് കേരളം ബന്ധിപ്പിക്കുന്ന പാതയാണേത് പാലക്കാട് ചുരം. ഇനി ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും ബന്ധിപ്പിക്കുന്ന മലമ്പാതയാണ് പാലക്കാട് ചുരം. ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. അടുത്തത് കേരളത്തിലെ നദികളെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നീളം കൂടിയത് ആദ്യം. ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ. ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ എന്നിവയാണ്. നമ്മുടെ നദികളിൽ നീളം നോക്കുകയാണെങ്കിൽ 2ാം സ്ഥാനം ഇത് വെച്ചിട്ടല്ല, രണ്ടാമത് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം പെരിയാറാണ്. പിന്നുള്ളത് 2ാം സ്ഥാനം ആർക്കാണ്? ഭാരതപ്പുഴയ്ക്കാണ് 2ാം സ്ഥാനം. എത്രയാണ്ട് വരിക? 209 കിലോമീറ്ററാണ് ഭാരതപ്പുഴയുടെ നീളമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. 209 കിലോമീറ്ററാണ് ഭാരതപ്പുഴയുടെ നീളമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുക. പമ്പയുടെ തപ്പുഴ എത്ര വന്നിട്ടുള്ളത്? 176 കിലോമീറ്ററാണ് പമ്പയുടെ നമ്മൾ വിശേഷിപ്പിക്കുക. പമ്പയ്ക്ക് അത്ര 176 കിലോമീറ്ററാണ് ഉള്ളത്. പമ്പയ്ക്ക് എത്രയാണ് നീളമുള്ളത്? ചാലക്കുടി പുഴ അല്ലെങ്കിൽ ചാലിയാർ എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ സ്വർണ്ണം കാണുന്ന സംഭവം അല്ലേ? ചാലിയാർ എന്ന് പറഞ്ഞ സ്വർണ്ണമൊക്കെ ഉള്ള നദികളാണ്. അതിനാണ് 4ാം സ്ഥാനം വന്നിട്ടുള്ളത്. കടലുണ്ടി, കല്ലടയാർ. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് പെരിയാർ തന്നെയാണ്. സെക്കൻഡാണ് ഭാരതപ്പുഴ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഭാരതപ്പുഴ ഫസ്റ്റ് 209 കിലോമീറ്റർ, സെക്കൻഡ് പമ്പ വരുന്നുണ്ട് 176 കിലോമീറ്റർ, നെക്സ്റ്റ് ചാലിയാർ. സ്വർണ്ണ നിക്ഷേപങ്ങളുള്ളത് ചാലിയാർ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാന്ന് പറയുമ്പോൾ മഞ്ചേശ്വരം പുഴ, ഉപ്പള, ഷെറിയ, നെയ്യാർ. ഇതിൽ ഒറ്റയാൻ ആരായിരിക്കും വരിക? നെയ്യാറാണ് വരിക. നെക്സ്റ്റ് തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? ആൻസർ NW3, കൊല്ലം കോട്ടപ്പുറം NW3. കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ, ജില്ലകൾ, ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാൻ ഇവിടെ സിയാൽ പദ്ധതി എറണാകുളം. എറണാകുളമാണ് വരുന്നത്. സിയാൽ പദ്ധതി എറണാകുളം. അടുത്തത് കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാൻ. തന്നിട്ടുള്ള സൂചനയിൽ നിന്നും കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. സൂചനകൾ പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം, വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ്റെയും നക്ഷത്ര ആത്മകളുടെയും വാസസ്ഥലം. ഇത് രണ്ടുമുള്ള കേരളത്തിൻ്റെ
വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ചിന്നാർ വന്യജീവി സങ്കേതം. ചാമ്പൽ മലയണ്ണാൻ ഓർത്തു വെച്ചാൽ ലാമകൾ, ചാമ്പൽ മലയണ്ണാനും നക്ഷത്രാമകളും അത് ഓർത്തു വെക്കുമ്പോൾ ചിന്നാറിനെ ഓർക്കണം. ചിന്നാർ വന്യജീവി സങ്കേതം. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഗ്രാമസഭയുടെ കൺവീനർ വാർഡ് മെമ്പറാണ്. വാർഡ് മെമ്പറാണ് ഗ്രാമസഭയുടെ കൺവീനർ. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ? പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിൽ. എറണാകുളം ജില്ലയിൽ. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ ഏതാണ്? കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലിൻ്റെ പേരെന്താണ്? കതിർ ആപ്പ്. കതിർ ആപ്പാണ്. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ്? ആൻസർ രാജീവ് രഞ്ജൻ സിംഗ്. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണ്? 89.45 മീറ്റർ. നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം 89.245 മീറ്റർ. 89.45 മീറ്റർ. യുണൈറ്റഡ് നേഷൻസ് UN മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 134ആണ്. 134ആണ്. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ഏതാണ്? ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ഏതാണ്? ബുധൻ. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏതാണ്? ഹിന്ദുസ്ഥാനി സംഗീതം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് എന്നാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. മേളത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആരാണ്? കാവ്യാത്മക ശൈലിയിൽ ആമുഖം എഴുതിയത് ആരാണ്? ആമുഖം ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ് ആമുഖം. അദ്ദേഹമാണ് ആമുഖം എഴുതിയിട്ടുള്ളത്. നെഹ്റു ആമുഖം. നെഹ്റു ആമുഖം. മറക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ 48. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവമുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? നമുക്കെല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവമുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? ആൻസർ ഗാന്ധിജിയുടേതാണ്. അത്യാഗ്രഹം നോർക്കുമ്പോൾ സത്യാഗ്രഹങ്ങൾ പങ്കെടുത്ത ആളല്ലേ. അപ്പം അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ല എന്നോർത്ത് കഴിഞ്ഞാൽ അത് ഗാന്ധിജിയാണ്. ഗാന്ധിജി. സത്യാഗ്രഹം അത്യാഗ്രഹം എന്ന് കണക്ട് ചെയ്തൊക്കെ വെക്കുക. ഗാന്ധിജി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഏതാണ്? 800. 800 മുത്തയ്യ മുരളീധരൻ്റെ ചലച്ചിത്രം ഇറങ്ങിയിട്ടുള്ളത്. ലോക അധ്യാപക ദിനം എന്നാണ്? ലോക അധ്യാപക ദിനം എന്നാണ്? ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? ഇന്ദ്ര. ഇന്ദ്ര. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. ബ്രസീലാണ് 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം. അടുത്തത്, പ്രസ്താവന വിലയിരുത്തി താഴെ പറയുന്നതിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. പ്രസ്താവന നോക്കാം. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശധമനി. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര. അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശധമനി. അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര. ഇതിവിടെ എല്ലാം രണ്ടും ഓപ്പോസിറ്റ് കൊടുക്കുമ്പോൾ കൺഫ്യൂഷൻ വരണ്ട. ഇല്ല, ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴൽ ശരിക്കും ആരാണ്?
ശരിക്കുമുള്ളത് ധമനിയാണ് ശുദ്ധരക്തം കൊണ്ടുപോകുന്നതും അല്ലേ. സിരയെന്ന് പറയുമ്പോൾ നമുക്കെന്താ അറിയാം, സിരയെന്ന് പറയുമ്പോൾ അശുദ്ധരക്തം കടന്നു പോകുന്ന കുഴലുമാണെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. ശ്വാസകോശം പിന്നെ ഓപ്പോസിറ്റ് ആക്കിയാൽ നമ്മുടെ കാര്യങ്ങളങ്ങ് ക്ലിയർ ആയിക്കോളും. ശുദ്ധരക്തം ധമനികളിലൂടെയും അശുദ്ധരക്തം സിരകളിലൂടെ പോകുന്നത്. ഈ ശ്വാസകോശങ്ങളെ വരുമ്പോഴത്തേക്കും തീരെ ഓപ്പോസിറ്റ് ആക്കണം. ഇവിടുത്തെ ആൻസർ അപ്പോൾ എത്രയാണ്? ഏതായിരിക്കും വരിക? ആൻസർ നമുക്ക് ബിയുമുണ്ട്, അതുപോലെ സിയുമാണ്. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണേത്? ശ്വാസകോശ സിര. ഓക്കെ. പിന്നെ അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. ബിയും സിയുമാണ് നമുക്ക് ശരിയായത്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? എയും ബിയും സിയും ഡിയും ഉണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ എന്ന് പറയുമ്പോൾ 2 തരം കൊഴുപ്പിൽ ലയിക്കുന്നവയും ജലത്തിൽ ലയിക്കുന്നവയുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്ന ഏതൊക്കെയാണ്? എ, ഡിയും ഇയും കെയും എന്താണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. മറ്റത് ബി ആൻഡ് സി, ബി കോംപ്ലക്സും സിയും എന്താണ് ജലത്തിൽ ലയിക്കുന്നവയാണ്. എയും ഡി ഇയും കെയും ആണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിൻ. ഇവിടെ നമ്മുടെ ആൻസർ അപ്പോൾ ഏത് വരും? ആൻസർ ഓപ്ഷൻ ഡി, എയും ഡിയും അല്ലേ. വിറ്റമിൻ എ ഉണ്ട്, ഇവിടെ വിറ്റമിൻ ഡി ഉണ്ട്. ഓക്കെ. ബിയും സി എന്താണ്? ജലത്തിൽ ലയിക്കുന്ന വിറ്റമിനുകളാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളക് ഏതാണ്? ജ്വാലാമുഖി. താഴെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമായത് ഏത്? ഫിറമോണിന് ഉദാഹരണമായത് ഏതാണ്? ബോംബിക്കോൾ. ബോംബിക്കോളാണ് ഫിറമോണിന് ഉദാഹരണമായത് അല്ലേ. ഫിറമോണിൻ്റെ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ള ജീവികൾ, അതിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ജീവികൾ ആ മണം അടിച്ചിട്ട്, അല്ലെങ്കിൽ ഇണ അതിനനുസരിച്ചിട്ട് അല്ലേ, ഇണയെ ആകർഷിക്കാൻ വേണ്ടിയുള്ളതാണെന്ത്? ഫെറമോൺ എന്ന് പറയുക. അപ്പോൾ ആ ഫെറമോൺ പുറപ്പെടുവിക്കുമ്പോൾ അതിൻ്റെ ഇണ താൽക്കാലികമായി വന്നിട്ട് ഇങ്ങനെ കൂടിക്കോളും. സൈറ്റോകൈനും ഓക്സിനും ഒക്കെ സസ്യങ്ങളിലെ ഹോർമോൺസാണ്. താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ഏതാണ്? എക്സിറ്റു, എക്സ് പുറത്ത്, എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡൻ എക്സിറ്റ് എന്ന് പറയും. ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മൾ അവിടെ ചെടികളെ വെച്ചിട്ട് സംരക്ഷിക്കുന്നതാണ് എക്സിറ്റു. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? ആൻസർ കോവിഡ്-19. ഓക്കെ. നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? വൈറസ്. രോഗാണു വൈറസാണ്. ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരെന്താണ്? പ്രകീർണനം. ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളെ മാറുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരെന്താണ്? പ്രകീർണനം. ധവളപ്രകാശം എന്താണ്? വെള്ള നിറം അല്ലേ, വെള്ള ലൈറ്റ്. വെള്ള ലൈറ്റ് നമ്മൾ മഴവില്ല് പോലെയാവും, അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് ഇങ്ങനെ മാറും. അതായത് വിബ്ജിയോറായിട്ട് മാറും. വിബ്ജിയോറായിട്ടത് മാറും. ഇജി അല്ലേ, വിബ്ജിയോറായിട്ട് മാറും. അതാണ് ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളെ മാറുന്ന പ്രവർത്തനമാണെന്ന് പ്രകീർണനമെന്ന് പറയുക. ഒരു ഗ്ലാസ് പ്രസത്തിൽ കൂടി കടത്തിവിട്ടാൽ എന്തായിട്ട് മാറും? അത് നമുക്കതിന് മഴവില്ല് പോലുള്ള നിറങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതാണ് ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളെ മാറുന്ന പ്രതിഭാസമാണ്, പ്രവർത്തനമാണെന്ത്? പ്രകീർണനം. അതിനെ കീറി മുറിച്ച് ഇല്ല, ധവളപ്രകാശത്തിനെ കീറി മുറിച്ച് ഇങ്ങനെ എണ്ണമാക്കി മാറ്റും. പ്രകീർണനം. മനസ്സിലായോ? നെക്സ്റ്റ്, ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ആസിഡ് മൂലമാണ്. ഏതാണ് ആസിഡ്? ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നു നമുക്ക് അല്ലേ, അതേത് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്നു? ഏത് ആസിഡാണ്? ഉറുമ്പിൻ്റെ ആസിഡ്. ഉറുമ്പ് കുത്തിവെക്കുന്ന ആസിഡിൻ്റെ പേരാണ് ഫോമിക് ആസിഡാണ് ഉറുമ്പ് കുത്തിവെക്കുമ്പോൾ വേദന തോന്നാൻ കാരണം. ലാക്റ്റിക് ആസിഡ് എവിടെ കാണാം? പാലിലടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. സിട്രിക് ആസിഡ് നമുക്കവിടെ നാരങ്ങ വെള്ളം കാണുന്നതാണ് സിട്രിക് ആസിഡ്. അസിറ്റിക് ആസിഡ് നമ്മുടെ എന്താ പറയുക, എവിടെ കാണാൻ പറ്റും? നമ്മുടെ വിനാഗിരി അല്ലേ, വിനാഗിരിയാണ് അസിറ്റിക് ആസിഡ്. ഓക്കെ. ഫോമിക് ആസിഡ് അപ്പോൾ ആരാണ്? ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഫോമിക് ആസിഡ് അവർ കുത്തിവെക്കുന്നതാണ്. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏതാണ്?
വിസരണമാണ്. അടുത്തത് തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏതാണ്? പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏതാണ്? സിങ്കാണ്. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്ര ഗണം ഏതാണ്? ഇത് നമ്മുടെ ഫൈനൽ ആൻസർ കീഴിൽ എന്താ പറയുക, അത് മാർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ ആൻസർ ഇവിടെ വേട്ടക്കാരനാണ് കറക്റ്റ് ആൻസർ. വേട്ടക്കാരൻ തന്നെയാണ് ആൻസർ. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആൾക്കാർ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്ര ഗണം ഏതാണ്? വേട്ടക്കാരൻ തന്നെയാണ്. ഓക്കെ. സപ്തർഷി എന്ന് പറഞ്ഞ ആരാണ്? വേനൽക്കാലത്ത് സന്ധ്യയ്ക്ക് നമുക്ക് ആകാശത്തിൻ്റെ വടക്ക് കാണുന്ന നക്ഷത്രക്കൂട്ടമാണെന്ത്? സപ്തർഷികൾ. വേനൽക്കാലത്ത് സന്ധ്യയ്ക്ക് ആകാശത്തിൻ്റെ വടക്ക് കാണപ്പെടുന്ന നക്ഷത്രക്കൂട്ടമാണ് സപ്തർഷികൾ. 7 അങ്ങനെ അല്ലേ? ഡിസംബർ ജനുവരി മാസങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. കലപ്പയുടെ രൂപത്തിലും കരടി രൂപത്തിലുമൊക്കെ നമുക്കതിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. ഇനി കശ്യപി എന്ന് പറയുമ്പോൾ അതും ഒരു പോയിൻറ്റ്സ് പറയാൻ പറ്റും. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാണ് അതിനെ കാണാൻ പറ്റുക. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാണ് അതിനെ കശ്യപിയെ കാണാൻ പറ്റുക. സന്ധ്യാസമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് എന്ത്? കശ്യപി. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് കാണുന്ന നക്ഷത്രക്കൂട്ടമാണെന്ത്? കശ്യപി എന്ന് പറയുക. അപ്പോൾ വേട്ടക്കാരൻ ആരാണ്? പണ്ട് മരുഭൂമികളിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കുന്നവർക്ക് ദിശ അറിയാൻ ഉപയോഗിക്കുന്ന നക്ഷത്ര ഗണമാണ് വേട്ടക്കാരൻ. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസിയെ. അടുത്തത് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതാണ്? ചന്ദ്രയാൻ 3. ചേരുംപടി ചേർത്ത് പൂരിപ്പിക്കുക. ക്ഷയം, എലിപ്പനി, ഡെങ്കിപ്പനി, മലമ്പനി എന്നിവയുണ്ട്. അതിൻ്റെ ബാക്ടീരിയാസുമുണ്ട്. ഏതാണെന്നാണ് ശരിയായി ജോഡി ചേർത്ത് പൂരിപ്പിക്കുക. ബി ആണ് നമുക്ക് വരുന്ന ആൻസേഴ്സ്. ബില് നോക്കിയേക്കാം. അതായത് ക്ഷയം നമ്മളെപ്പോഴും പഠിച്ചിട്ടുണ്ട്. ക്ഷയം ഏതാണ്? മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. TB ആണ് ക്ഷയം. TB ക്ഷയമല്ല, അപ്പോൾ അത് പരത്തുന്ന ബാക്ടീരിയം അല്ല, രോഗാണു എന്ന് പറയുന്നത് മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ്. എലിപ്പനി ലെപ്റ്റോസ്പൈറി. എപ്പോഴും ചോദിക്കുന്നത്, അതൊക്കെ പഠിച്ച് എഴുതി വെക്കുക. പിന്നുള്ളത് ഡെങ്കിപ്പനി എന്ന് പറയുമ്പോൾ വൈറസാണ് ഡെങ്കിപ്പനി പരത്തുന്നു. മലമ്പനി പ്ലാസ്മോഡിയം വൈവാക്സ്. മലേറിയ മലമ്പനി പ്ലാസ്മോഡിയം വൈവാക്സ്. ഓക്കെ. മലമ്പനി പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞാൽ പ്രോട്ടോസോവനാണ്. പ്ലാസ്മോഡിയം ഒരു പ്രോട്ടോസോവയാണ്. അതായത് നമ്മുടെ ബാക്ടീരിയകളൊക്കെ ചെറുതാണ്, അവരുടെയൊക്കെ ഇളയ സാധനമാണ് പ്രോട്ടോസോവ എന്ന് പറയുന്നത്. മലമ്പനി പ്രോട്ടോസോവ. പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് പരത്തുക. പ്ലാസ്മോഡിയം ഫാൽസിപ്പാറും ഏറ്റവും കൂടുതലായിട്ട് പനി ആക്കുന്നതാണ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാറും. ഈ പ്രോട്ടോസോവൻ്റെ പല വകഭേദം കാണുമല്ലോ അല്ലേ, ചെറുത് വലുതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വൈവാക്സ് ഈ മലമ്പനി ഉണ്ടാക്കും. ഫാൽസിപ്പാർ എന്ന് പറയുമ്പോൾ പ്ലാസ്മോഡിയം ഫാൽസിപ്പാർ എന്ന് പറയുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് പനി, ആളുകൾ മരിക്കാൻ ചാൻസ് ഉള്ള സാധ്യമാണ്. ഓക്കെ. അപ്പോൾ ക്ഷയം മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്, എലിപ്പനി ലെപ്റ്റോസ്പൈറ, ഡെങ്കിപ്പനി വൈറസ്, മലമ്പനി പ്ലാസ്മോഡിയം വൈവാക്സ്. അടുത്തത് മന്ത് രോഗം പരത്തുന്ന കൊതുക് ഏതാണ്? മന്ത് രോഗം പരത്തുന്ന കൊതുക് ആരാണ്? ക്യൂലെക്സ് കൊതുകുകളാണ് മന്ത് രോഗം പരത്തുക അല്ലേ. ഇവിടെ ഉണ്ട് ഫീമെയിൽ അനാഫിലിസ് മസ്കിറ്റോ, മലമ്പനിയുടെ ആഹാരമാണ് ഫീമെയിൽ അനാഫിലിസ് മസ്കിറ്റോ മലമ്പനിയുടെ ആൾക്കാരാണ് കേട്ടോ. ഇത് ക്യൂലെക്സ് കൊതുക്, മന്ത്. തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏതാണ്? വായുവിൽ കൂടി പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? മീസിൽസ് ആണെന്ന് വായുവിൽ കൂടി പകരുന്നത്. ഇതൊക്കെ നമുക്ക് വെള്ളം എടുക്കാം, കൊളറ അല്ലേ. മീസിൽസ്, 5-ാം പനി വായുവിൽ കൂടി പകരുന്ന രോഗമാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? ഇരുമ്പാണ് ഹീമോഗ്ലോബിൻ. ഇരുമ്പാണ് ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? HB എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. നമ്മുടെ ശരീരത്തിനകത്ത് ചുവന്ന രക്താണുക്കളുണ്ട്, ശ്വേതരക്താണുക്കളുണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. രക്തകോശങ്ങളായിട്ട് രക്തം എടുക്കുമ്പോൾ രക്തകോശങ്ങളും പ്ലാസ്മയുമുണ്ട്. രക്തകോശങ്ങളിൽ പെടുന്നതാണ് ചുവന്ന രക്താണുക്കൾ, അതുപോലെ തന്നെ ശ്വേതരക്താണുക്കൾ, വെളുത്തത്,
പിന്നെയുള്ളത് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയും. ഈ ചുവന്ന രക്താണുക്കൾക്ക് ആ നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് ആര്? ഈ ഹീമോഗ്ലോബിൻ. അത് 12 to 14 വരെ അതിൻ്റെ മിനിമം റേഞ്ച് അത്രയും മില്ലിഗ്രാം പെർ ഹരടപ്പ് വേണമെന്നിരിക്കും. അത് കുറയുമ്പോൾ നമുക്ക് അനീമിയാണ്, രക്തക്കുറവ്, അനീമിയാണ്, വളർച്ച എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇരുമ്പുണ്ടെങ്കിൽ മാത്രമേ ഹീമോഗ്ലോബിന് നിർമ്മിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഹീമോഗ്ലോബിൻ 2 പാർട്ടുണ്ട്. ഹീം എന്നും ഇവിടെ മുറിച്ചാൽ ഹീം പാർട്ടും ഗ്ലോബിൻ പാർട്ടും ഉണ്ട്. ആ ഹീം എന്ന് പറയുന്നത് ഇരുമ്പാണ്, Fe. ഓക്കെ, അപ്പോൾ അങ്ങനെ എൻ്റെ കാര്യങ്ങൾ. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകമാരാണ് ഇരുമ്പാണ് അല്ലേ. ഇനി അയഡിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനു വേണം? തൈറോക്സ് നിർമ്മാണത്തിന് ആവശ്യമുള്ളവരാണ് അയഡിൻ എന്ന സംഭവം. തൈറോക്സിന് വേണ്ടിയിട്ട് അയഡിൻ വേണം. ജലം വലിച്ചെടുക്കണ ആര് വേണം? ലവണങ്ങളൊക്കെ വേണമെങ്കിൽ സോഡിയം വേണം. കാൽസ്യം വൈറ്റമിൻ ഡിയുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. ബലം കൊടുക്കുന്നതും കാൽസ്യമാണ്. ഓക്കെ, ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകമാരാണ് ഇരുമ്പാണ്. ഓക്കെ, ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? എഡ്വേർഡ് ജെന്നർ. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? സ്പിഗ്മോ മാനോമീറ്റർ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന എഴുതുക. 1. ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണം. മസ്തിഷ്കത്തിൽ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അനിയന്ത്രിത കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. കരളിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഏതൊക്കെ പ്രസ്താവന ശരിയാണ്? ഓപ്ഷൻ ബി നമുക്ക് നോക്കാം. 2ഉം 3ഉം ശരി പ്രസ്താവനകളാണ് അല്ലേ. മസ്തിഷ്ക രക്തക്കുഴൽ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നതാണ് പക്ഷാഘാതം. പിന്നെ അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. ഇപ്പോൾ ക്യാൻസർ ബാധിച്ച കോശമാണെങ്കിൽ അത് പെട്ടെന്നാണ് വിഭജിക്കുക. നമ്മുടെ അടുത്തതിലേക്കും വിഭജിക്കുന്നുണ്ട്. നമ്മുടെ സാധാരണഗതിയിൽ കോശങ്ങൾ വിഭജിക്കാറുണ്ട്. ഒരു കോശം വിഭജിക്കുന്നു അല്ലേ, 2ആയിട്ട് മാറുന്നു. അങ്ങനെ മാറിയാണ് നമ്മുടെ ശരീരം വലുതാകുന്നത്. ഇവിടെ അനിയന്ത്രിതമായിട്ട് ആ വാക്കുകൾ വേണം. അനിയന്ത്രിതമായിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്കുമൊക്കെ ക്യാൻസർ കോശങ്ങൾ പെരുകുന്നു. അതാണ് ക്യാൻസർ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, എംഫീസിമ രോഗം ബാധിക്കുന്ന അവയവം. എംഫീസിമ എന്ന് പറയുമ്പോൾ ശ്വാസകോശത്തിനാണ്. എംഫീസിമ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം അല്ലേ. ഹൃദയം നിങ്ങൾക്കറിയാം. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന അതിന് പറയുന്ന പേരെന്താണ്? ഇരട്ടസ്ഥലം. ഹൃദയത്തെ ഇരട്ടസ്ഥലം കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട്. അതിന് പറയുന്ന പേരെന്താണ്? പെരികാർഡിയം അല്ലേ. പെരികാർഡിയം എന്നാണ് പറയുക. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ടസ്ഥലത്തിന് പറയുന്ന പേരാണ് പെരികാർഡിയം. മസ്തിഷ്കം, നമ്മുടെ തലച്ചോറ് അല്ലേ, അതിനെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ടസ്ഥലം ഏതാണ്? മെനിഞ്ചസ് എന്ന് പറയും. മെനിഞ്ചസ് എന്നാണ് പറയുക. മസ്തിഷ്കം തലച്ചോറിന് പൊതിഞ്ഞിരിക്കുന്ന ഇരട്ടസ്ഥലമാണെന്ത്? മെനിഞ്ചസ്. പെരികാർഡിയം എന്ന് പറയുന്നത് ഇരട്ടസ്ഥലമാണ്. ഇതും ഇരട്ടസ്ഥലമാണ്. രണ്ടിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്? ഫ്ലൂയിഡ് ഉണ്ടല്ലേ. ഇവിടെ ഉള്ളത് ഈ പെരികാർഡിയൽ ഫ്ലൂയിഡാണ്. ഇവിടെ ഹൃദയത്തിൻ്റെ പെരികാർഡിയം എന്ന് പറയുന്ന സ്ഥലത്തിനിടയ്ക്ക് പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉണ്ട്. അതെന്താണ്? നമ്മളെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ഹൃദയത്തെ സംരക്ഷിക്കുന്നു. ഇവിടെ മെനിഞ്ചസും അതുപോലെ തന്നെ. ഇതിൻ്റെ ഇടയ്ക്കും മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ രോഗമൊക്കെ ഉണ്ടാകാറില്ലേ. മെനിഞ്ചസിൻ്റെ ഇടയ്ക്കും മെനിഞ്ചസ് ഫ്ലൂയിഡ്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡാണ് ഉള്ളത് ഇവിടെ. അതും നമ്മളെ തലച്ചോറിന് ക്ഷതങ്ങളിൽ രക്ഷിക്കും. അതുപോലെ മറ്റൊരു കട്ടി കൂടി സാധനമുണ്ട്, കപാലം എന്ന് പറയുന്ന അല്ലേ. തലച്ചോറിനെ സംരക്ഷിക്കുന്ന കപാലമുണ്ട്, കട്ടിയുള്ള സാധനം കപാലമാണ്. തലയോടുണ്ട്. അതുപോലെ മെനിഞ്ചസിൻ്റെ ഇടയ്ക്കുള്ള സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡും അവിടെയുണ്ട്. തെറ്റിപ്പോയില്ലല്ലോ. എംഫീസിമ ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശമാണ്. ഹൃദയം അല്ലേ. ഇവിടെ ഇതിൻ്റെ അറയുണ്ട്, പെരികാർഡിയം. മസ്തിഷ്കത്തിൻ്റെ അറ്റപ്പുറത്തുള്ളതാണെന്ത്? മെനിഞ്ചസ് എന്ന് പറയുന്ന സാധനം. ശ്വാസകോശത്തിനും ഒരെണ്ണമുണ്ട്. ആരാണത്? ശ്വാസകോശത്തിന് പ്ലൂറ. അപ്പോൾ ഹൃദയത്തെ പൊതിഞ്ഞിട്ടുള്ളത് പെരികാർഡിയം. ഓക്കെ, ശ്വാസകോശത്തെ പൊതിഞ്ഞിട്ടുള്ളത് പ്ലൂറാസ്തരം, മസ്തിഷ്കത്തെ പൊതിഞ്ഞിട്ടുള്ളത് മെനിഞ്ചസ്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്, കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിക്ക് പറയുന്ന പേരെന്താണ്? മൃതസഞ്ജീവനി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യമാണ്.
അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം. ആൻസർ ആട്ടം. അമീബയ്ക്ക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തപ്പെടുക? മലിനജലത്തിലൂടെയാണ് അമീബയ്ക്ക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് എത്തുക. മനുഷ്യശരീരത്തിലേക്ക് എത്തുക. അമീബയ്ക്ക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യശരീരത്തിൽ മലിനജലത്തിൽ ഇടപെടുമ്പോൾ നമ്മൾ കൈ കൊണ്ട് കഴുകുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുമ്പോൾ കുളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് ശരീരത്തിനുള്ളിലേക്ക് നമ്മുടെ ഏതെങ്കിലും ഭാഗത്ത് ആക്റ്റീവായി അല്ലെങ്കിൽ മുറിവുള്ള ഭാഗത്തു കൂടിയോ ഒക്കെ ഇതൊക്കെ കാലിൻ്റെ ഭാഗം കുഴുതോളരാണ്, അങ്ങനെ മുറിവുള്ള ഭാഗമുണ്ട്, അവിടെ കൂടി കയറാൻ സാധ്യത കാണുന്നുണ്ട്. മലിനജലത്തിൽ കൂടിയാണത് കാണുക. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഇവിടെ അല്ലേ? നാരായൺ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വീണ്ടും കാണാം. ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നുണ്ട്, അത് കാണാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചെയ്ത് നോക്കുക, നോട്ട്സ് കഴിവതും എഴുതി വെക്കുക ഓരോന്നും. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. താങ്ക് യു.